ഹലോ ഫ്രണ്ട്സ്, ശ്രീമോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളാണെങ്കിൽ ബർത്ത്ഡേയുടെ തലേന്നാണ് ശ്രീമോന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയത്. എല്ലാ സമയത്ത് വെച്ചേക്കോ, കുറച്ച് ദിവസം കൊണ്ടേ ഓട്ടങ്ങളായിരുന്നു ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട്. പക്ഷേ ഡ്രസ്സ് മാത്രം അവൻ എടുത്തിട്ടില്ലായിരുന്നു, കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഇടാനുള്ള. അങ്ങനെ നമ്മൾ എടുക്കാനായിട്ട് സ്റ്റൈൽ യൂണിയനിലോട്ടാണ് പോയത്, നമ്മുടെ പോളത്തോട്ടുള്ള. തിരക്കുകളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പനിയായി കേട്ടോ. ചില്ലറ തണുത്ത വെള്ളമൊന്നും അല്ലായിരുന്നു കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലിയെല്ലാം ചെയ്യും, ഒന്നും ഫുഡ് കഴിക്കാതെ ഈ വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പനിയായത്. അപ്പോൾ നമ്മൾ സ്റ്റൈൽ യൂണിയനിലെത്തി. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇവന്മാർക്ക് രണ്ടുപേർക്കും ഒരുപോലുള്ള ഡ്രസ്സാണ് കേട്ടോ നോക്കിയത് മൊത്തം. പിന്നെ അച്ചു ആണെന്നുണ്ടെങ്കിൽ ശ്രീമോൻ ഒരു പാൻറ്റ് ഷർട്ടും എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നീ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, ഞാൻ സെലക്ട് ചെയ്യുന്നില്ല, നിൻ്റെ ഇഷ്ടം അന്ന് പറയാൻ. അവൻ പാൻറ്റ് ഷർട്ടുമാണ് എടുത്തത്. ഞാൻ സാധാരണ ഷർട്ട് എടുക്കാറില്ല, ടീഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ നിക്കറും അങ്ങനെയുള്ളതാണ് എടുക്കാറുള്ളത്. അങ്ങനെ എൻ്റെ കയ്യിലായിരിക്കുന്ന ആ ടീഷർട്ടാണ് ഞാൻ ഇവന്മാർക്ക് എടുത്ത്. രണ്ടുപേർക്കും ഒരുപോലത്തെ എടുത്തു. ഇപ്പോൾ കാശിയുടെ ബർത്ത്ഡേ ആണെങ്കിൽ ശരി, എടുക്കുമ്പോൾ രണ്ട് പേർക്കും എടുക്കും. ഒരുപാട് ഡ്രസ്സ് നോക്കിയെങ്കിൽ ഈ റെഡ് കളറാണ് എൻ്റെ കണ്ണിലടക്കിയത്. അത് പിന്നെ ഏതെടുത്താലും അങ്ങനെ തന്നെയാണ്, എവിടെയെങ്കിലും ഒരു റെഡ് കാണും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബില്ലടിച്ചിട്ട് ഇറങ്ങുവാണ്. അവിടെ നേരെ നമ്മൾ പോളത്തോട്ടിൽ തന്നെയുള്ള ഒരു പലചരക്ക് കടയിൽ കയറി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമ്മുടെ പേപ്പർ ഗ്ലാസും അതുപോലെ പ്ലേറ്റും ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ പാത്രം കഴുകി ജന്മം പാഴാവും. അതുകൊണ്ട് പിന്നെ അതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ഈ വരുന്ന വഴിക്ക് തന്നെ കുറച്ച് പച്ചക്കറികളും വാങ്ങിച്ചു. ചിക്കൻ കറിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സവാളയും പിന്നെ അല്ലാതെ എനിക്ക് അന്നത്തേക്കുള്ള ഉച്ചക്കത്തേക്കുള്ള അതിനുള്ള സാധനങ്ങളും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഈ ഓടി നടന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചതിൻ്റെ ക്ഷീണമാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ശരീരത്തെല്ലാം നല്ല വേദനയും ചുമയും പനിയും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഇനി എന്തു ആവുമെന്ന് എനിക്കറിയാൻ വയ്യ. ഏട്ടൻ്റെ പനിയായിരുന്നു, ശ്രീമോനും ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇപ്പോൾ കുറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിവിടുന്ന് പച്ചക്കറികളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.